മോർണിംഗ് എവരിവൺ. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ കുറച്ച് ബ്രെഡ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ബ്രെഡിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ ബ്രെഡ് സ്ക്വയർ ഷേപ്പിലല്ലേ കാണുന്നത്, ഇത് റൗണ്ട് ഷേപ്പിലാണ്. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, സൈസിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഷേപ്പിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബട്ട് നമ്മൾ സാധാരണ കാണുന്നതിന് കുറച്ച് വ്യത്യാസമായി കണ്ടതുകൊണ്ട് ഞാൻ വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്, വിശപ്പ് മാറാൻ വേണ്ടിയിട്ടും ബ്രെഡ് ഓംലെറ്റാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ട എടുക്കുക, ആവശ്യത്തിന് ബ്രെഡ് എടുക്കുക. ഞാനിപ്പോൾ 3 സെറ്റാണ് ചെയ്യുന്നത്. ഇപ്പോൾ 3 മുട്ട, 6 ബ്രെഡ് സ്ലൈസുകൾ. ഞാൻ കുറച്ച് ഒരു 2 തുള്ളി നെയ്യിലാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ബ്രെഡ്. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ട നമ്മൾ ബുൾസൈ ഉണ്ടാക്കുന്ന പോലെ ചെയ്യുക. എന്നിട്ട് അടിഭാഗം വേവുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുൾസൈ ആയി അല്ലേ. ഞാൻ അതിൻ്റെ മേലേക്ക് ബ്രെഡ് പ്രസ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യും. എന്നിട്ട് മേലേക്കുള്ള അടപ്പ് ജസ്റ്റ് ഒന്ന് കുറച്ച് നെയ്യിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബുൾസൈ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളകും പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഭയങ്കര ബ്ലാൻഡായി പോവില്ലേ, അതുകൊണ്ട്. അടുത്ത പരിപാടി കുറച്ച് ഓർഗനൈസിങ് ആണ്. ഞാൻ ഈ ഒരു ഷെൽഫ് കഴിഞ്ഞ ആഴ്ച ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചായിരുന്നു. നമുക്ക് ഡെയിലി വെയർ ക്ലോത്ത്സ്, ജിം ക്ലോത്ത്സ് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന കുറച്ച് ബുക്കുകൾ ഞാൻ മിഡിൽ ഷെൽഫിലായിരുന്നു ബുക്കുകളെല്ലാം. അപ്പോൾ അതൊക്കെ ഞാൻ ടോപ്പ് ഷെൽഫിലേക്ക് ആക്കിയിട്ട് അവിടെ കുറച്ച് ഒഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ചൊരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ബുധനെയൊക്കെ അവിടെ വെച്ചു. അങ്ങനെ കുറച്ച് ഓർഗനൈസിങ് പരിപാടിയാണ് കാണുന്നത്. ഇവിടെ അപ്പുറത്ത് ബിൽഡിംഗ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാവിടെയും പൊടി പിടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു, ഒന്നാമത്തെ ചൂടാണ്, സോ ഐ തിങ്ക് ചെറിയൊരു ഫ്രേഗ്രൻസ് വളരെ നന്നായിരിക്കും. ഇത് ഞാൻ മിനിസോന്ന് വാങ്ങിയ ഡിഫ്യൂസറാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ല മണമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനൊന്ന് സിറ്റിംഗ് റൂമിലും ഒന്ന് ബെഡ്റൂമിലും വെച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് സ്മെൽസാണ്. ഈ ഒരു 2-3 കൂടെ വാങ്ങണം എന്നാണ് വിചാരിക്കുന്നത്.
വീട്ടിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ആണെങ്കിലും ഇങ്ങനത്തെ നമ്മൾ ചവിട്ടുന്ന സ്ഥലത്ത് ചവിട്ടി മാറ്റുന്നത്, ചെറിയ ഓർഗനൈസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ വെക്കുന്നതൊക്കെ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പുതുമ തോന്നും. ഇതാണ് എൻ്റെ ലഞ്ച്. നമ്മൾ തലേദിവസം ഒരു കഫേയിൽ പോയിട്ട് പാസ്ത കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ലെഫ്റ്റ് ഓവർ വന്നത് ഞാൻ മുഴുവൻ കഴിച്ചില്ല, കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ ഞാനത് പാക്ക് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ലഞ്ച്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എനിക്ക് തോന്നുന്നത് കറക്റ്റായിരുന്നു. ഇതും ഞാൻ ഇന്നലെ മിനിസോന്ന് പർച്ചേസ് ചെയ്ത ഒരു ഗ്രീൻ ടീ പോട്ടാണ്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൽ വെക്കാൻ പറ്റില്ല, ജസ്റ്റ് ഗ്രീൻ ടീസ് ഉണ്ടാക്കാൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനും ഹരിയും അങ്ങനെ ചായയോ കാപ്പിയോ കുടിക്കാത്ത ആൾക്കാരാണ്. സോ ഹരി ഗ്രീൻ ടീ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഗ്രീൻ ടീ അത്ര ഇഷ്ടമല്ല, ബട്ട് ഐ ലവ് ഹിബിസ്കസ് ടീ. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ഹിബിസ്കസ് ടീ വൈകുന്നേരമായി. ഹിബിസ്കസ് ടീ നമ്മുടെ പുതിയ പോട്ട് ഓപ്പണും ചെയ്യാം കെറ്റിൽ. സോ അതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കുറച്ച് ചെറിയ ഞാൻ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹണിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു ഹിബിസ്കസ് ടീ കഴിക്കുന്നത്. ടീ കഴിക്കുന്നത്. Now it's time to make some dinner. ഇപ്പോൾ ഡിന്നറിന് ഞാൻ ഒരു സ്പെഷ്യൽ ബിരിയാണി, തേങ്ങാപ്പാൽ ബിരിയാണി, കോക്കനട്ട് മിൽക്ക് ബിരിയാണിയും കൂടെ ഒരു സോയ ചങ്ക് കറിയുമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏകദേശം ഒരു കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം. ഞാൻ പൗഡർ അത്ര പ്രിഫർ ചെയ്യാത്ത ഒരാളാണ്. എന്ത് തേങ്ങാപ്പാൽ ഡിഷസ് ആയാലും വീട്ടിൽ തന്നെ തേങ്ങാപ്പാൽ എടുക്കുന്നതിൻ്റെ ടേസ്റ്റ് പൗഡറിന് വരില്ല എന്നാണ് എൻ്റെ മനസ്സിൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഞാൻ ഒരു കപ്പ് എടുത്ത് വച്ചിട്ടുണ്ട്. ഓൾറെഡി ഒരു കപ്പ് ബിരിയാണി അരി ഞാൻ തലേദിവസം തന്നെ ഞായറാഴ്ച ഉണ്ടാക്കുക എന്നുള്ള ഇതിലാണ് ഞാൻ ബിരിയാണി അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പോയത് ഒരു 10 മിനിറ്റ്. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും രാത്രിയായി. അപ്പോൾ ഞാൻ അതിനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബിരിയാണി ഇന്നത്തേക്ക് ഷിഫ്റ്റായത്. ഇതിൻ്റെ കൂടെ ഞാനൊരു 2 വലിയ സവാള, ഒരു 4 പച്ചമുളക്, നമുക്ക് വെജിറ്റബിൾസ് ഇതിലേക്ക് മഷ്റൂം, കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് എല്ലാം ആഡ് ചെയ്യാം. ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ആകെ 2 ഉരുളക്കിഴങ്ങും 2 ക്യാരറ്റും കുറച്ച് ഗ്രീൻ പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 ഗ്രാമ്പൂ, ഏലക്ക, ഒരു ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ ഒരു വഴനയില, ബേ ലീഫ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെജിറ്റബിൾസ്
നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചു, പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തു. പൊടികൾക്ക് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ആക്കാം കേട്ടോ, അര ടീസ്പൂൺ വേണമെന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 മുതൽ ഒരു അര ടീസ്പൂൺ വരെ നമുക്ക് ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ്, നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കാം. ഇപ്പോൾ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ആൻഡ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബിരിയാണി ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ അളവിൽ കുറച്ച് ട്രിക്കി ആവുന്നത്, കാരണം അപ്പോൾ ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ മസാല, ഗരം മസാലയുടെ ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു, ഹോൾ സ്പൈസസ്. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് റെസിപ്പീസ് എൻ്റെ ചാനലിൽ ഇടാറുള്ളൂ. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, പക്ഷേ രണ്ടും നന്നായി വന്നിട്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സോയ ചങ്കറി ആയാലും ശരി, ബിരിയാണി ആയാലും ശരി, ഡിഫറെൻ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില, പുതിന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി സോയ ചങ്കറിയാണ്. അപ്പോൾ ഇത് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോയ ചങ്കറിയുടെ കാര്യത്തിലേക്ക് പോവാം. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെജിറ്റബിൾസ് കട്ട് ചെയ്തത്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രീൻ പീസും ആഡ് ചെയ്യാം. അതും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ഏകദേശം ഒരു 1/4 കപ്പോളം ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഗ്രീൻ പീസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ 1/4 കപ്പ് മതിയാവും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഇട്ട് വെച്ച മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കുക, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ അരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു, കാരണം അരി നമ്മൾ സോക്ക് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉതിർന്ന് വരും ചോറ്. ഓക്കെ, വിട്ട് വരും, സ്റ്റിക്കി ആവാതെ ഉള്ള വരും. ഞാൻ ബസ്മതി അരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, 1 കപ്പ് ബസ്മതി അരിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ കോക്കനട്ട് മിൽക്ക് ബിരിയാണിയാണ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 കപ്പ്, എൻ്റെ കയ്യിൽ ഞാൻ ചെയ്തു വന്നപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ വന്നിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാലും 1 കപ്പ് വെള്ളവും ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലും പിന്നെ ഒരു 1/4 കപ്പും ബാക്കി ഒരു 3/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം തന്നെ മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്, നമ്മൾ കുക്കറിൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കുക്കർ അടയ്ക്കുക, ഒരു 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പ്രഷർ പോയി കഴിഞ്ഞാൽ കുക്കർ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയായി. ഇപ്പോൾ ഇതെന്തായാലും ആവട്ടെ, നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ നോക്കാം, സോയ ചങ്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതും കൂടെ നോക്കാം. സോയ ചങ്ക് കറി ഹരിയുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സോയ ചങ്ക്സ് ഞാൻ ഏകദേശം ഒരു 100 ഗ്രാം ഓളം, ഇതൊന്നും 2-2.5 കപ്പോളം വരും. അത് കുറച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ചൂടുവെള്ളവും കുതിർത്ത് ഒരു 10-15 മിനിറ്റ് നമുക്ക് കുതിർക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ട് വീർത്ത് ഗുണ്ടുമണികളായിട്ട് വരും. അതിനുശേഷം നന്നായിട്ട് പിഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഞാനിവിടെ വീണ്ടും ഒരു വലിയ സവാളയാണ്. സോ മീഡിയം സൈസ് ആണെങ്കിൽ 2 വേണ്ടി വരും. ഒരു വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി ഒരു 2-3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള ഞാൻ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, കണ്ടല്ലോ. പിന്നെ നമുക്ക് ഒരു
ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ വെളുത്തുള്ളി, ഇത് രണ്ടും ഞാൻ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഞാൻ കുറേ കാലമായി എൻ്റെ ഷെഫ് നൈഫ് ഷാർപ്പൺ ചെയ്യാതെ വെച്ചിട്ട് പ്രാവശ്യം ഷെഫ് നൈഫ് ഷാർപ്പൺ ചെയ്തിട്ട് അത് വളരെ ഈസിയാണ് കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കുനുകുനാന്ന് അരിയാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3, ഇത് ചെറുതാണ്, അപ്പോൾ ഒരു 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, വളരെ കുഞ്ഞാണ്. ഇപ്പോൾ 3-4 തക്കാളി ഞാൻ ചെറുതായതുകൊണ്ട് എടുക്കുന്നതാണ് നല്ലത്. വലുതാണെങ്കിൽ ഒരു 2 എണ്ണം മതിയാകും. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്, ഒരു 2-3 ടീസ്പൂൺ അളവിൽ. ഇതിലേക്ക് ഞാൻ കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അപ്പോൾ തോന്നിയ റെസിപ്പിയാണ്, അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്പൈസസ് എല്ലാം ആഡ് ചെയ്യുന്നത്. ഞാനൊരു സ്റ്റാർ അനീസ്, ഒരു വാഴയില, 2 ഏലക്ക, 2 ഗ്രാമ്പു ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് 2 മിനിറ്റ് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് സവാളയൊന്ന് വേവിച്ചെടുക്കാം, അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ച കുനുകുനാന്ന് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിയട്ടെ. കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സവാള നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി ഞാൻ അടച്ചു വെച്ചിട്ട് വേവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം കൊണ്ട് നമ്മുടെ ബിരിയാണി പ്രഷറൊക്കെ പോയി. ഞാൻ കുക്കർ തുറന്നു, അതിലേക്ക് ബാക്കി 1 ടേബിൾ സ്പൂണോടെ മല്ലിയിലയും പുതിനയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. തുറക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും, പക്ഷേ കുഴപ്പമില്ല. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് സെറ്റിലായിട്ട് കറക്റ്റായിട്ട് വരും. ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവ് നിങ്ങൾക്ക് കൂട്ട് കുറയ്ക്കെല്ലാം ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഈ സമയത്ത് ഇടയിൽ പോയിട്ട് ഞാൻ നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകി നന്നായിട്ട് പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ആദ്യം ഒരു മിനിറ്റ് നമുക്കൊന്ന് സോയ ചങ്ക്സ് നന്നായിട്ട് ഈ മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പിടിക്കും മസാല. അതിന് ശേഷം ഞാൻ ഓൾറെഡി കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതാണല്ലോ നമ്മൾ കുറച്ച് സോയ ചങ്ക്സിൽ ഒഴിച്ചു കൊടുത്തത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എത്ര കൺസിസ്റ്റൻസി വേണമെന്നുള്ളത് ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1-1.5 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബാക്കി ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്.
അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സോയാ ചങ്ക് കറി റെഡിയായി. ഇനി കഴിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.